കർഷക ആത്മഹത്യയിൽ സർക്കാർ പരിഹാരം അനിവാര്യമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. നിങ്ങളെ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലാണെന്ന് ഞങ്ങൾക്കറിയാം. പത്രത്തിലെ ഇത് മീഡിയയിൽ ഇത് വായിച്ചപ്പോൾ തന്നെ വളരെയധികം വേദന തോന്നി. കാരണം അത്രമാത്രം നിങ്ങളെ ബുദ്ധിമുട്ടുന്നു. പ്രസാദ് അതിനെ നേരിടാൻ സാധിക്കാതെ, സഹിക്കാനാവാതെ അങ്ങനെ ഒരു അവസ്ഥ സംജാതമായി. ഈ കാര്യത്തിൽ നിങ്ങളുടെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ആവശ്യപ്പെടുന്ന പോലെ ചെറുകിട കർഷകരായ നിങ്ങളെപ്പോലെയുള്ളവരെ അധ്വാനം അത് നിഷ്ഫലമായി തീരാൻ പാടില്ല. അത് തീർച്ചയായിട്ടും അധികാരികളെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ചില പ്രാവശ്യം ഈ കാര്യങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. 3 വർഷങ്ങളായിട്ട് കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ നെൽകൃഷിയുടെ പ്രശ്നങ്ങൾ, വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വ്യക്തമായിട്ട് ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ അറിയാവുന്നതുമാണ്. എങ്കിലും സർക്കാർ വേണ്ട വിധം പ്രതികരിക്കുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ശക്തമായിട്ട് നമ്മൾ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ജനങ്ങളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കി, ഇവിടുത്തെ കുട്ടനാടിൻ്റെ പ്രത്യേകമായ ആ സിറ്റുവേഷൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അത് ശക്തമായിട്ട് അവതരിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്ന് അറിയാം. മാധ്യമങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഒത്തിരിയേറെ മാധ്യമങ്ങൾ അത് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ സന്തോഷവുമുണ്ട്. ഏതായാലും ഇങ്ങനെയൊരു അവസരം ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ കുട്ടനാട്ടിലെ ഇവിടെ കർഷകരുടെ ആരുടെയും ജീവൻ നഷ്ടപ്പെടാൻ ഇടയാവരുത്. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യജീവൻ അത്രമാത്രം വിലപ്പെട്ടതാണ്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാവി, കുടുംബത്തിൻ്റെ ആശ്രയം, കുടുംബത്തിൻ്റെ ബലമാണല്ലോ തീർച്ചയായിട്ടും കുടുംബനാഥന്മാരെന്ന് പറയുന്നത്. നമ്മുടെ അവരുടെ അധ്വാനം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കുടുംബത്തിനും ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഇടയാവരുത് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നഷ്ടമുണ്ടായിരിക്കും. നഷ്ടം വാസ്തവത്തിൽ നമുക്ക് നിർത്താൻ സാധിക്കുകയില്ല. എങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വേദനയെ നേരിടാനും അതിജീവിക്കാനും ശക്തി നൽകട്ടെ, ഈശ്വരൻ ശക്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കുന്നു. മക്കളെ, ഭാര്യ ഓമനയും പിന്നെ മക്കളെ, നിങ്ങളുടെയും വേദന മനസ്സിലാക്കുന്നു. മോൻ നന്നായിട്ട് പഠിക്കുക. എനിക്ക് പറയാനുള്ള നമുക്ക് കാര്യങ്ങൾ നിരാശപ്പെട്ടു പോകാതെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ പരസ്പരം സഹായിക്കുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും നിങ്ങളെല്ലാം പരസ്പരം സഹായിക്കുന്നു, ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. ആ ഒരു കൂട്ടായ്മ അത് നമുക്ക് വേണം. പരസ്പരം സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മ. ഒരാൾ വേദനിക്കുമ്പോൾ ആ വേദന മനസ്സിലാക്കുവാനും അവർക്ക് ആശ്വാസം പകരുവാനും ധൈര്യം പകരാനും ഒക്കെ കൂടെ അയാളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊക്കെ നേരിടാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു കൂട്ടായ്മ ഈ കർഷകർ തമ്മിൽ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതാണ്. അത് എന്തെങ്കിലും സമരം ചെയ്യാനോ നശിപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല. പക്ഷേ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ, നീതിയും സത്യവും പുലരുവാൻ, കർഷകരുടെ വേദനകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ശക്തമായ കർഷക കൂട്ടായ്മകൾ വളർത്തിയെടുക്കുന്നത്. അത് ജാതി മത ഒന്നിനൊക്കെ അതീതമായിട്ട്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരുമിച്ച് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൊണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റിലെല്ലാം നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അത് ഏത് മതത്തിലോ അത് ജാതിയിലോ പെട്ടതോ ഇതൊന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും സഹോദരങ്ങൾ, ഒരു മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഓരോരുത്തരുടെയും വേദന മറ്റുള്ളവരുടെയും വേദനയാണെന്ന് കണ്ട് അതനുസരിച്ച് സഹകരിക്കാനും പിന്തുണയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. ആ രീതിയിൽ ഉള്ള ഒരു നല്ല ഒരു പ്രവർത്തന ശൈലി വളർന്നു വരട്ടെ എന്ന് ഞാൻ കൃത്യമായിട്ട് ആശംസിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വളരെ നിങ്ങളുടെ വേദന ഒരിക്കൽ കൂടി വേദനയിൽ പങ്കുചേരുന്നു. നിങ്ങൾക്ക് ഈശ്വരൻ ദിവാൻ ഈ വേദനയെ അതിജീവിക്കാനുള്ള ശക്തി പ്രദാനം ചെയ്യട്ടെ എന്ന്
പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രസാദിന്റെ ആത്മഹത്യ കർഷകരുടെ നീറുന്ന പ്രശ്നത്തിന്റെ ഒരു ബഹിർസ്ഫുരണമാണെന്ന് മാർ പെരുന്തോട്ടം വ്യക്തമാക്കി. കർഷകരുടെ പ്രശ്നങ്ങൾ നേരിടാൻ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത മാർ ജോസഫ് പെരുന്തോട്ടം ഊന്നിപ്പറഞ്ഞു. കാർഷിക വായ്പകൾ സിബിൽ സ്കോർ പരിധിയിൽ നിന്നും എടുത്തു കളയണമെന്നും കർഷകന്റെ ലോണിന് സർക്കാർ തന്നെ ഗ്യാരണ്ടി നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേദനിക്കുന്ന പ്രസാദിന്റെ കുടുംബത്തോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപത എന്നുമുണ്ടാകും. ഇനി ഒരു കർഷകനും ഈ ദാരുണസ്ഥിതി സംഭവിക്കാതിരിക്കുവാൻ അധികൃതർ ശ്രദ്ധ ചെലുത്തണമെന്നും മാർ പെരുന്തോട്ടം പറഞ്ഞു. രണ്ടാം കൃഷിയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലും പുഞ്ചകൃഷി ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലും കർഷകന് അനുകൂലമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കർഷക സൗഹൃദമാകണം സർക്കാർ എന്ന് മാർ ജോസഫ് പെരുന്തോട്ടം ആവശ്യപ്പെട്ടു. മോൺസിഞ്ഞോർ ജോസഫ് വാണിപുരിക്കൽ, മോൺസിഞ്ഞോർ ജെയിംസ് പാലക്കൽ, ഫാദർ ജോർജിൻ വെളിയത്ത്, ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, ഫാദർ ജോസഫ് കൊല്ലാറ, ഫാദർ ജോൺ വടക്കേക്കളം, ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ, ടോം ജോസഫ് ചമ്പക്കുളം, ജിനോ ജോസഫ്, ടോമിച്ചൻ മേപ്പുറം എന്നിവരും മാർ ജോസഫ് പെരുന്തോട്ടത്തോടൊപ്പം പ്രസാദിന്റെ കുടുംബത്തിന് ആശ്വാസമേകാൻ എത്തിയിരുന്നു.